എൻ്റെ ചില കൂട്ടുകാരന്മാർ ഇടയ്ക്ക് വിളിച്ച് പറയും, ഇടേ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര മുടയുടെ. കുറച്ച് വർഷങ്ങൾ മുമ്പ് അവരെനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു പ്രോപ്പർട്ടി എഴുതി തന്നു. ഞാൻ അവിടെ വീടൊക്കെ വെച്ച് സെറ്റായി. ഇപ്പോൾ അവർ പറയണ അവരെ ഞാൻ നേരാൻ വേണം നോക്കണില്ല, അതുകൊണ്ട് അവർ തന്ന പ്രോപ്പർട്ടി തിരിച്ചെഴുതി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിയമം ഉണ്ടാടേന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നിയമമുണ്ട്. സീനിയർ സിറ്റിസൺഷിപ്പ് ആക്ട് 2007 പ്രകാരം നിങ്ങൾ നേരാവണ്ണം മാതാപിതാക്കളെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഗിഫ്റ്റായിട്ട് തന്ന വസ്തുക്കൾ അവർക്ക് തിരിച്ചെടുത്ത് ഉള്ള അവകാശമുണ്ട്. ഈ 2007 ഈ ആക്ട് വന്നതിന് ശേഷം നടന്ന പ്രോപ്പർട്ടി ട്രാൻസാക്ഷന് മാത്രമേ ഇത് ബാധകമുള്ളൂ. മാത്രമല്ല അത് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കണം. ആ വൃദ്ധരായ മാതാപിതാക്കളെ നേരാവണ്ണം നോക്കിയില്ലെങ്കിൽ അവർക്ക് ഇത് തിരിച്ചെഴുതാനുള്ള അവകാശം ഉണ്ടെന്നുള്ള ഒരു കണ്ടീഷൻ അതിനകത്ത് വ്യക്തമായിട്ടും വെക്കണം. പിന്നെ ചില മാതാപിതാക്കളുണ്ട്, അവരെ നല്ലവണ്ണം മക്കൾ നോക്കണുണ്ടാവും. മക്കളെ നിന്ന് കൂടുതൽ പൈസകൾ വാങ്ങിക്കാൻ വേണ്ടി ഈ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ട്. അത് RDOയിലാണ് ഈ കേസ് നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ടും പറയാണ്, എൻ്റെ അച്ഛനും അമ്മയും മാതാപിതാക്കളെ ഞാൻ വ്യക്തമായിട്ട് നോക്കുന്നുണ്ടെന്ന് തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചെഴുതിയെടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. വൃദ്ധരായ മാതാപിതാക്കളെ നേരാവണ്ണം നോക്കാത്ത മക്കളെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്ത് അത്യാഡംബരത്തിൽ ജീവിക്കാമെന്ന് കരുതുന്ന മാതാപിതാക്കളും ശ്രദ്ധിക്കുക, പണിപ്പാലും വെള്ളത്തിൽ കിട്ടും മോനെ. സ്വത്ത് മാത്രം മതി അച്ഛനമ്മമാരെ വേണ്ടെന്ന് കരുതുന്ന മക്കൾക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകൻ ദീപക് സനൻ. ഇക്കഴിഞ്ഞ ദിവസം മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു ക്രൂരതയായിരുന്നു കൊല്ലത്തരങ്ങേറിയത്. പ്രായമായ അമ്മായിയമ്മയെ മരുമകൾ നിലത്ത് തള്ളിയിട്ട കാഴ്ച സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വ്യാപകമായി പ്രചരിച്ചു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിയമ നടപടികൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ഇദ്ദേഹം നമുക്ക് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വാർദ്ധക്യമൊക്കെ ശാപമായി കാണുന്ന തലമുറ തന്നെയാണ് ഇക്കാലത്തുള്ളത്. ഇത്രയേറെ ക്രൂരതകൾ കാണിക്കുന്നതും ഇവർ തന്നെയാണ്. മാതാപിതാക്കൾ എന്ന ഭാരം ഒഴിവാക്കാൻ വ്യഗ്രത കാണിക്കുന്ന മക്കളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. ആരും ചോദ്യം ചെയ്യാനില്ല എന്ന ധൈര്യത്തിൽ നടത്തുന്ന ഇത്തരം ക്രൈമുകൾക്ക് പിന്നിൽ ഇത് ചോദ്യം ചെയ്യാൻ ഒരു നിയമമുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. വൃദ്ധരുടെയും മാതാപിതാക്കളുടെയും അവകാശങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന ആ നിയമത്തിന്റെ സഹായത്തോടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ കർശനമായ നിയമ നടപടികളാണ് ഉള്ളത്. ഈ നിയമത്തിൽ പ്രായമായ മാതാപിതാക്കളെ ഒഴിവാക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന മക്കൾക്ക് 3 മാസത്തിൽ നിന്നും 6 മാസം വരെ ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജീവനാംശമായി പ്രതിമാസം പരമാവധി 10,000 രൂപ നൽകിയാൽ മതിയെന്ന വ്യവസ്ഥയൊക്കെ എടുത്തുകളഞ്ഞു. പകരം മക്കളുടെ വരുമാനത്തിന് ആനുപാതികമായി ജീവനാംശമാണ് നൽകേണ്ടി വരിക. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യ പരിരക്ഷ എന്നിവയ്ക്ക് പുറമെ സുരക്ഷയും സംരക്ഷണവുമാണ് നൽകേണ്ടത്. ദത്തെടുത്ത കുട്ടികൾ, മരുമക്കൾ എന്നിവരും മക്കളുടെ പരിധിയിൽ ഉൾപ്പെടുമെന്നാണ് ഈ ഭേദഗതിയിലുള്ളത്. 2007 നിയമത്തിൽ സ്വന്തം മക്കളും പേരക്കുട്ടികളും മാത്രമേ ഉൾപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ മരുമക്കൾ കൂടി ഉൾപ്പെടുന്നു. സാമൂഹ്യനീതി മന്ത്രാലയമാണ് ബില്ലിന്റെ കരട് തയ്യാറാക്കിയത്. ഈ സംരക്ഷണത്തിൽ വീഴ്ചയുണ്ടായാൽ മാതാപിതാക്കൾക്ക് മെയിന്റനൻസ് ട്രൈബ്യൂണലിന് സമീപിക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. മാതാപിതാക്കളെ അല്ലെങ്കിൽ വൃദ്ധരായവരെ നോക്കാത്തവർക്കെതിരെ നിയമപരമായ നടപടികൾ എടുക്കാനും വൃദ്ധർക്കും മാതാപിതാക്കൾക്കും അവർക്ക് കിട്ടേണ്ട പരിരക്ഷയും പരിചരണവും അവകാശങ്ങളും ഉറപ്പു നൽകുന്നതാണ് ഈ നിയമം. ഏതൊരു സാങ്കേതിക വശങ്ങളിലൂടെയും തെറ്റ് ചെയ്യുന്ന മക്കൾ രക്ഷപ്പെടരുത് എന്നും ഈ നിയമം പൂർണ്ണമായും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണമെന്നും ഉണ്ട്. മക്കൾ നോക്കുന്നില്ലെന്നോ ഇറക്കി വിട്ടെന്നോ തല്ലിയെന്നോ പരാതിയുള്ള ഏതൊരു മാതാപിതാക്കൾക്കും ഒരു വെള്ളക്കടലാസിൽ അവരുടെ പരാതി എഴുതി സമർപ്പിക്കാം. ആ പരാതിയിന്മേൽ ആദ്യം മക്കൾക്ക് നോട്ടീസ് അയക്കും. നോട്ടീസ് കിട്ടിയിട്ടും ഹാജരാകാൻ തയ്യാറാകാത്തവർക്കെതിരെ അറസ്റ്റ് വാറന്റ് അടക്കം പുറപ്പെടുവിക്കും. വിളിച്ചു വരുത്തുന്ന മക്കളെ ആദ്യം കൗൺസിലിംഗിന് വിധേയരാക്കും. പലരും പറയുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുകൂലമല്ല എന്നായിരിക്കും. മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയതിനു ശേഷമായിരിക്കും പലരും അവരെ ഒഴിവാക്കുന്നത്. അങ്ങനെയുള്ള മക്കളുടെ വസ്തുക്കളടക്കം തിരിച്ചെടുക്കും. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കളുടെ ഡോക്യുമെന്റ് പിടിച്ചെടുക്കും. 10,000 രൂപ വരെ ഇവരിൽ നിന്ന് പിഴയും ഈടാക്കും. മാതാപിതാക്കളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കർശനമായി നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. ഇന്നത്തെ തലമുറ മാതാപിതാക്കളോടുള്ള കടമകൾ സൗകര്യപൂർവ്വം മറക്കുന്നവരാണ്. അത്തരം മറക്കുന്നവർക്കെതിരെയാണ് ഈ നിയമങ്ങളും ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.